يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول ولا تبطلوا أعمالكم. عباد الله اتقوا الله أوصيكم وإياي أولا بتقوى الله. റബ്ബുൽ ആലമീനായ റഹ്മുർ-റഹീമായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുകയും പ്രയത്നിക്കുകയും ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഉണർത്തുന്നു, ഗൗരവത്തോടെ വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ വസിയ്യത്തുകൾ ജീവിതത്തിൽ നടപ്പിലാക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൗഭാഗ്യമായി അള്ളാഹു നമുക്ക് ചെയ്തു തന്ന വലിയൊരു സൗഭാഗ്യത്തിന്റെ കൂടെ നമുക്ക് പറയാവുന്ന സൗഭാഗ്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമായി ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. ധാരാളം പ്രവാചകന്മാരും പ്രവാചകന്മാരുടെ അനുയായികളും ലോകത്ത് ജീവിച്ചു പോയിട്ടുണ്ട്. അവർക്കൊന്നും ലഭിക്കാത്തൊരു ഭാഗ്യം ലഭിച്ച ആളുകളാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്, എന്ത് സൗഭാഗ്യമാണ് മുത്തുനബിയുടെ ഉമ്മത്താകാൻ ഭാഗ്യം ലഭിച്ച നമുക്ക് ലഭിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ധാരാളം തെളിവുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവുകളിൽ നിന്ന്, പ്രവാചകന്റെ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ എടുത്തു കൊടുക്കുന്ന ഒരു സംഭവം നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾ പാരായണം ചെയ്യുകയാണ്. സൂറത്തു ഇബ്രാഹിമിലെ 36-ാമത്തെ ആയത്ത്. ആ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്യുമ്പോൾ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവാചകൻ ഇങ്ങനെ ഓതുകയാണ്, റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനൻ നാസ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തെ കുറിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ വാചകം ആ ആയത്തിനോട് അള്ളാഹു പഠിപ്പിച്ചത് റസൂൽ ഇങ്ങനെ പാരായണം ചെയ്യുകയാണ്. റബ്ബേ, തീർച്ചയായും മനുഷ്യരിൽ നിന്ന് ധാരാളം ആളുകൾ പിഴച്ചു പോയിട്ടുണ്ട്. വമൻ തബിഅനി ഫഇന്നഹു മിന്നി. എന്നെ പിൻപറ്റിയ ആളുകള് അവരെന്നിൽപ്പെട്ട എന്റെ കൂടെയുള്ള ആളുകളാണ്. വമൻ അസാനി, ധാരാളം ആളുകൾ, പിഴച്ചുപോയ ആളുകൾ, എന്നോട് ധിക്കാരം കാണിച്ച് എതിർത്ത് നിന്ന ആളുകളുണ്ട്. ഫഇന്നക ഗഫൂറുർ റഹീം. അവരെന്റെ സമുദായക്കാരാണ്, പക്ഷെ നീ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, നീ കാരുണ്യവാനാണ്, നിനക്ക് വേണമെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കാം. ഇബ്രാഹിം നബി തന്റെ സമുദായത്തെ കുറിച്ച് പങ്കുവെച്ച ഒരു ആശങ്കയാണ് ഈ ആയത്തിലുള്ളത്. അത് റസൂലുള്ളാഹി ഇങ്ങനെ ഓതുകയാണ്. വീണ്ടും മറ്റൊരു ആയത്ത് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തു. അത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തെ കുറിച്ച് ഈസാ നബി റബ്ബുമായി പങ്കുവെച്ച ഒരു ആശങ്കയായിരുന്നു. ആ ആയത്ത് ഇങ്ങനെയാണ്, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക. റബ്ബേ, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണ്, നിനക്കതിന് അവകാശമുണ്ട്. വഇൻ തഗ്ഫിർ ലഹും, നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ പ്രതാപിയാണ്, നീ യുക്തിമാനാണ്. അള്ളാഹുവിന് ശിക്ഷിക്കാനും രക്ഷിക്കാനും റബ്ബിന് അവകാശമുണ്ട്, അർഹതയുണ്ട്. അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുകയാണ്. നിനക്ക് ശിക്ഷിക്കാം, അത് നിന്റെ റൈറ്റാണ്, നിന്റെ അടിമകളാണ് അവർ. അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ അത് നിന്റെ നാമത്തിൽ, നിന്റെ വിശേഷണങ്ങളിൽ പെട്ടതാണ്. ഇത് രണ്ടും പാരായണം ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 2 ആയത്ത് ഓതിയിട്ട് പ്രവാചകന്റെ കൈ ഇങ്ങനെ മുകളിലോട്ടേക്ക് ഉയരുകയാണ്. ഫറഫഅ യദൈഹി
വഖാൽ, എന്നിട്ട് പറയാണ്, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഉമ്മത്തി ഉമ്മത്തി. ഇത് പറയാനാണ് ഇബ്രാഹിം നബി ഉമ്മത്തിനെ കുറിച്ച് റബ്ബിനോട് പങ്കുവച്ച ആശങ്കയും ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ഉമ്മത്തിനെ കുറിച്ച് പങ്കുവച്ച ആശങ്കയും ഇങ്ങനെ ഓർമ്മയിൽ കൊണ്ടുവന്ന് ഈ ആയത്തോതിയ റസൂലുള്ളാഹ് നമ്മളെ ഓർക്കുകയാണ്. കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തി അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹുമ്മ ഉമ്മത്തി ഉമ്മത്തി വബക. ഇത് രണ്ടും റസൂലുള്ളാഹ് പറഞ്ഞിട്ട് കരയുകയാണ്. ഫഖാല, ആ ഹദീസിൽ കാണാം, ഫഖാല അല്ലാഹ്, അല്ലാഹ് പറഞ്ഞു, ഈ സന്ദർഭത്തിൽ അല്ലാഹു പറഞ്ഞു, യാ ജിബ്രീൽ ഇദ്ഹബ് ഇലാ മുഹമ്മദ്, ജിബ്രീലെ ഒന്ന് മുഹമ്മദിന്റെ അടുക്കലേക്ക് പോകണം സല്ലല്ലാഹു അലൈഹി വസല്ലം. വറബ്ബുക അഅലം ഫസൽ മാ യുബ്കീഹി, റബ്ബിനറിയാം, നിന്റെ റബ്ബിനറിയാം, പോയി ചോദിക്ക് എന്തിനാണ് കരയുന്നതെന്ന്. ഫസൽ മാ യുബ്കീക്, അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ചെന്നിട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് അത് അറിയിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിനറിയാം, വറബ്ബുക അഅലം. എന്നിട്ട് വീണ്ടും അല്ലാഹു ജിബ്രീലിനെ പറഞ്ഞേക്കുന്നു, ഇദ്ഹബ് ഇലാ മുഹമ്മദ് ഫഖുൽ ഇന്നാ സനുർളീക ഫീ ഉമ്മതിക വലാ നസൂഉക. മുഹമ്മദിന്റെ അടുത്ത് പോയിട്ട് പറയണം, ഇന്നാ സനുർളീക ഫീ ഉമ്മതിക വലാ നസൂഉക. ആശ്വസിപ്പിക്കാൻ പറയാണ്, അങ്ങയുടെ ഉമ്മത്തിന്റെ കാര്യത്തിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ വിഷയത്തിൽ അങ്ങയെ തൃപ്തിപ്പെടുത്താം, സന്തോഷിപ്പിക്കാം. അല്ലാഹ് പറഞ്ഞു കൊടുക്കുകയാണ് ജിബ്രീലിന്റെ അടുത്ത്, ആശ്വാസം പറയൂ, ഉമ്മത്തിന്റെ കാര്യത്തിൽ അങ്ങയെ സന്തോഷിപ്പിക്കും. വലാ നസൂഉക, സങ്കടപ്പെടുത്തൂല, വിഷമിപ്പിക്കൂല. ഉമ്മത്തിന്റെ കാര്യത്തിലല്ലേ കരയുന്നത്, സങ്കടപ്പെടുന്നത്, എങ്കിൽ അള്ളാഹു ഒരിക്കലും വിഷമിപ്പിക്കൂല, താങ്കൾ തൃപ്തിപ്പെടുത്താമെന്ന് ജിബ്രീലെ പറഞ്ഞു കൊടുക്ക്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം അത് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുന്നു. അപ്പോഴാണ് പ്രവാചകന്റെ കരച്ചിൽ നിന്ന് ആലോചിച്ചു നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മോടുണ്ടായിരുന്ന സ്നേഹത്തിന്റെ വലിപ്പം, സ്നേഹത്തിന്റെ ആധിക്യം മറ്റു രണ്ട് നബിമാരും അവരുടെ സമുദായത്തെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹ്ക്ക് വിട്ടുകൊടുത്തു. പടച്ചോനെ, നിനക്ക് വേണമെങ്കിൽ പുറത്തു കൊടുക്കാം, നിനക്ക് വേണമെങ്കിൽ ശിക്ഷിക്കാം, രണ്ടിനും നിനക്ക് അവകാശമുണ്ട്. അത് പറയാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുക മാത്രമാണ് ചെയ്തത്. ആ മനസ്സിലുള്ള സങ്കടമറിഞ്ഞ് ആശ്വസിപ്പിക്കാൻ ആകാശ ലോകത്ത് നിന്ന് അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയക്കുകയും സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു എന്ന് കേൾക്കുമ്പോ നമ്മളൊക്കെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടത്, ഈ കഴിഞ്ഞ ഈ ഒരു മാസം നമ്മളൊക്കെ മുസ്ലിം ലോകം ചർച്ച ചെയ്തത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചായിരുന്നു, പ്രവാചകനോടുള്ള സ്നേഹത്തെ കുറിച്ചായിരുന്നു. അത് പല തരത്തിൽ പ്രകടിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോയത്, പ്രവാചകരെ എന്തിനു സ്നേഹിക്കണം, ആരാണ് ആ പ്രവാചകൻ, നമ്മോട് ആ പ്രവാചകൻ ഉണ്ടായിരുന്ന സ്നേഹം എന്തായിരുന്നു, അത് നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിനൊരു ചര്യ, പ്രവാചകൻ പഠിപ്പിച്ചൊരു ചര്യയിലേക്ക് നമ്മൾ മാറുമായിരുന്നു. അത്രമാത്രം ആത്മാർത്ഥത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മോടുള്ള സ്നേഹത്തിൽ ഉണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെന്നിട്ട് പ്രവാചകന്റെ നല്ല മുഖം കണ്ടിട്ട്, പ്രവാചകൻ സന്തോഷത്തിലിരിക്കുന്ന സമയം നോക്കിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ അടുക്കലേക്ക് പോയിട്ട് ഒരു റിക്വസ്റ്റ് നടത്തുന്നുണ്ട്. എന്താ റിക്വസ്റ്റ്? എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ ലീ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ മാ തഖദ്ദമ മിൻ ദംബിഹാ വമാ തഅഖറ വമാ അസറത് വമാ അഅലനത്. അല്ലാഹുവേ, ആയിഷക്ക് നീ പുറത്തു കൊടുക്കണേ, അവൾ മുൻകൂട്ടി ചെയ്തതും മുന്നേ ചെയ്തതും പിന്നീട് ചെയ്തതും രഹസ്യമാക്കിയതും പരസ്യമാക്കിയതും ഒക്കെ പുറത്തു കൊടുക്കണേ. ഈ പ്രാർത്ഥന കേട്ട ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ മടിത്തട്ടിലേക്ക് ഇങ്ങനെ ചിരിച്ചിട്ട്, സന്തോഷം കൊണ്ട് ചിരിച്ചിട്ട് പ്രവാചകന്റെ മടിത്തട്ടിലേക്ക് വീണുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അയസുറുക ദുആഇ, അയസുറുകി ദുആഇ, എന്റെ ദുആ നിന്നെ സന്തോഷിപ്പിച്ചു അല്ലേ ആയിഷ? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, വമാലി ലാ യസുറുനി ദുആഉക യാ റസൂലല്ലാഹ്, നബിയേ, താങ്കളുടെ ദുആ എന്നെ സന്തോഷിപ്പിക്കാതിരിക്കുമോ? ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി
പറയുന്ന വാചകം നമ്മൾ അടിവരയിടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്, ഇന്നഹാ ലദുആഇ ലിഉമ്മത്തി ഫീ കുല്ലി സ്വലാത്തിൻ. ഈ ദുആ ഉണ്ടല്ലോ, ഇതെന്റെ ദുആയാണ്. ആർക്ക് വേണ്ടി? എന്റെ ഉമ്മത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി റസൂലുള്ള പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. എപ്പോ? ഫീ കുല്ലി സ്വലാത്തി, എന്റെ എല്ലാ നമസ്കാരത്തിലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ നിസ്കാരത്തിലും നമുക്ക് വേണ്ടി റസൂലുള്ള പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. ആലോചിച്ച് നോക്കിയേ, ആയിഷമ്മയെ ചിരിപ്പിച്ചതാണ്. നിസ്കാരത്തിൽ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഒരു ശൈലിയാണ്. അല്ലാഹുമ്മഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വാചകമാണ് അവിടെ ഉപയോഗിച്ചത്. ഈ പ്രാർത്ഥന നമുക്ക് വേണ്ടി റസൂലുള്ള എല്ലാ നമസ്കാരത്തിലും നടത്തുന്ന പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞാൽ, ഓരോ നമസ്കാരത്തിന്റെ സമയത്തും ഓരോ നമസ്കാരം നിർവഹിക്കുന്ന സമയത്തും നമ്മെ ഓർത്ത് നമുക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പ്രാർത്ഥന നമ്മളിലേക്ക് മാത്രം ഒതുങ്ങുന്ന ചില സന്ദർഭങ്ങളുണ്ട് അല്ലെ. നമ്മളൊക്കെ വളരെ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന സമയത്തുള്ള ചില പ്രാർത്ഥനകളുണ്ട്. ഈ പ്രാർത്ഥനയൊന്നും എന്റെ റബ്ബ് സ്വീകരിച്ചിരുന്നെങ്കിൽ, അങ്ങേറ്റം പ്രയാസപ്പെടുമ്പോ പ്രതിസന്ധികളിലൊക്കെ അകപ്പെടുമ്പോ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനയിൽ നമുക്ക് വേറെ ആരെയും ഓർമ്മ വരൂല. നമ്മുടെ മനസ്സിൽ നമ്മളെ മാത്രം, നമ്മുടെ പ്രശ്നങ്ങൾ മാത്രം ഓർത്തിട്ട് പ്രാർത്ഥിക്കുന്ന സമയം. അങ്ങനെ പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്തു. ആർക്ക്? എല്ലാ നബിമാർക്കും കൊടുത്തു അല്ലാഹ്. അങ്ങനെ ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥനക്ക് 100% ഉത്തരം നൽകുമെന്ന് അള്ളാഹു ഓഫർ നൽകി. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ. എല്ലാ നബിമാർക്കും ദുആയുണ്ട്. ഏത് ദുആ? മുസ്തജാബയാണ്. ആ ദുആ മുസ്തജാബയാണ്, ഒരിക്കലും അല്ലാഹ് തട്ടൂല. 100% ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥന എല്ലാ നബിമാർക്കും അല്ലാഹ് ഓഫർ കൊടുത്തു. യദ്ഊനഹ, നബിമാരൊക്കെ ആ ദുആ ചെയ്തിട്ടുണ്ട്. നബിമാരൊക്കെ മരിച്ചുപോയി, ജീവിതകാലത്ത് ആ പ്രാർത്ഥന നബിമാരൊക്കെ പ്രാർത്ഥിച്ചു. അത് ആ സമൂഹത്തിന്റെ നാശത്തിനും നഷ്ടത്തിനും ഒക്കെ വേണ്ടി പ്രാർത്ഥിച്ച നബിമാരുണ്ട്. നമുക്കറിയാം നൂഹ് നബി പ്രാർത്ഥിച്ചത്. ഓരോ പ്രവാചകന്മാരും അങ്ങനെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനക്ക് അല്ലാഹ് ഉത്തരം കൊടുത്തു. എന്നാ നമ്മുടെ നബി ആ പ്രാർത്ഥന മാറ്റിവെച്ചു. ഉരീദു അൻ അഖ്തബിഅ ദഅവതി ശഫാഅതൻ ലിഉമ്മതി, എന്റെ ഉമ്മത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ഒരു റെക്കമെൻഡ്, ഒരു ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ദുആനെ മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അങ്ങനെ പ്രവാചകന് സ്വന്തത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കേണ്ട അവസരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നല്ല. നമുക്കറിയാം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രതിസന്ധികളും കടന്നുപോയിട്ടുണ്ട് മുത്തുനബിയുടെ ജീവിതത്തിൽ അല്ലെ. ധാരാളം പ്രതിസന്ധികൾ. സുജൂദിലേക്ക് പോയ നബി തങ്ങൾക്ക് തല ഉയർത്താൻ പറ്റാത്ത രൂപത്തിലുള്ള കനം കൂടിയ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കൊടല് റസൂലുള്ളാഹിന്റെ കഴുത്തിലിട്ടിട്ടുണ്ട്. പെരടിക്ക് ചവിട്ടാൻ വന്നിട്ടുണ്ട്. മുത്തുനബിയെ കല്ലെറിഞ്ഞ് പല്ല് പൊട്ടിച്ചിട്ടുണ്ട്. പ്രവാചകനിൽ നിന്ന് രക്തം ചീന്തിയിട്ടുണ്ട്. കള്ളക്കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിയിൽ വീഴ്ത്തിയിട്ടുണ്ട്. ഉഹുദിന്റെ സമയത്തൊക്കെ ധാരാളം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന് ഉണ്ടായ മക്കളൊക്കെ ജീവിതകാലത്ത് തന്നെ പ്രവാചകനിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. പ്രവാചകനെ ഏറ്റെടുത്ത ആളുകളൊക്കെ പ്രവാചകനെ വിട്ടേച്ചൊറ്റക്കാക്കി പോയിട്ടുണ്ട്. പ്രതീക്ഷിച്ച് ആശയോടെ കടന്നു ചെന്ന നാട്ടിൽ നിന്ന് ത്വായിഫ് എന്നൊക്കെ കുട്ടികളെ കൂക്ക് വിറിച്ച് കല്ലെറിഞ്ഞ് ഓടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ പ്രവാചകന്റെ ജീവിതത്തിൽ കടന്നുപോയി. ആ സമയത്തൊന്നും അല്ലാഹ് കൊടുത്ത ഓഫർ ഉണ്ടല്ലോ, റസൂലുള്ളാഹിക്ക് പ്രാർത്ഥിച്ചോ ഉത്തരം തരുമെന്നുള്ള കൊടുത്ത ഓഫർ അവിടെ നിന്ന് ഉപയോഗിച്ചില്ല. ആ പ്രാർത്ഥനയെ നമുക്ക് വേണ്ടി മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിവെച്ചു. ശഫാഅത്തൻ ലി ഉമ്മതി ഫിൽ ആഖിറതി ഇൻഷാ അല്ലാഹ് മൻ മാത മിൻ ഉമ്മതി ലാ യുശ്രികു ബില്ലാഹി ശൈഅ. എന്റെ ഉമ്മത്തിൽ നിന്ന് തൗഹീദുള്ള മുവഹിദുകളായ ആളുകൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രാർത്ഥനയെ മാറ്റിവെച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മോടുണ്ടായ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാൻ ഒരൊറ്റ ഹദീസ് മതിയാണ്. ഇതിപ്പോ ഇഹലോകത്ത് വെച്ച് മാത്രല്ല, നാളെ പാരത്രിക ലോകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
പരലോകത്തെക്കുറിച്ച് നമ്മെ പരിചയപ്പെടുത്തിയത് എല്ലാവരും അവനവനിൽ മാത്രം ഒതുങ്ങുന്ന, അല്ലെ, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, അവരൊക്കെ പരസ്പരം കാണരുതേ എന്ന് പോലും ആഗ്രഹിച്ചു പോകുന്ന, കണ്ടെടുത്തുനിന്ന് ഓടിപ്പോകുന്ന ദിവസം ഖുർആൻ പരിചയപ്പെടുത്തിയ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനു യുഗ്നീന. ആർക്കും ആരെയും വേണ്ട, ആരും ആരെയും പരിഗണിക്കില്ല. ലാ യസ്അലു ഹമീമുൻ ഹമീമ. ഒരു ഉറ്റ ബന്ധുവും തന്റെ അടുത്ത ഉറ്റ ബന്ധുവിനെ കുറിച്ച്, അല്ലെ, ഭാര്യ, മക്കള്, മാതാപിതാക്കള്, മക്കള്, സഹോദരങ്ങള്, അവരാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാത്തൊരു ദിവസമാണല്ലോ. അന്ന് പ്രതിസന്ധികളിൽ നിന്നൊരു രക്ഷ കിട്ടാൻ പ്രവാചകന്മാരോട്, ആദം നബി തൊട്ട് ഇങ്ങോട്ടുള്ള പ്രവാചകന്മാരോട് റിക്വസ്റ്റുമായിട്ട് പഠിച്ചോന്റെ അടുത്ത് റിക്വസ്റ്റ് നടത്താൻ അവരൊക്കെ സമീപിക്കുമ്പോ അവരൊക്കെ കൈയൊഴിയുന്ന, അവരൊക്കെ സ്വന്തം കാര്യം എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു സമയം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ വീഴുന്ന പറഞ്ഞ സുദീർഘമായ ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുദീർഘമായി സുജൂദിൽ കിടക്കുമ്പോ യാ മുഹമ്മദ് ഇർഫ റഅസക്, അല്ലാഹു പറയാണ്, മുഹമ്മദേ ഒന്ന് തല ഉയർത്തു, സൽ തുഅത വഷ്ഫ തുശഫ, ചോദിച്ചോ നൽകപ്പെടും, റെക്കമെൻഡ് ചെയ്തോ, റിക്വസ്റ്റ് നടത്തിക്കോ, അത് സ്വീകരിക്കപ്പെടും എന്ന് പറയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഅർഫഉ റഅസി വഅഖൂൽ, ഞാൻ തല ഉയർത്തിയിട്ട് റബ്ബിന്റെ മുമ്പിൽ ഞാൻ പറയും, ഉമ്മത്തി യാ റബ്ബ് ഉമ്മത്തി, അല്ലാഹ് എന്റെ സമുദായം, എന്റെ സമുദായത്തിന്റെ കഥ അതാണ്, അതിനെക്കുറിച്ചാണ് എനിക്ക് ആശങ്കയുള്ളത്, ആ സങ്കടമാണ് റബ്ബേ എനിക്ക് നിന്നോട് പറയാനുള്ളത്. ആ സമയത്താണ് അല്ലാഹു വിചാരണയില്ലാതെ, ജഡ്ജ്മെന്റ് ഇല്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള അനുവാദം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്നത്. വീണ്ടും സുജൂദിലേക്ക് കിടക്കുന്നുണ്ട്, വീണ്ടും ചോദിക്കുന്നുണ്ട്, വീണ്ടും അള്ളാഹു വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട്. മുവഹിദുകളായ ആളുകളെ, പാപികളായ ആളുകളുടെ പാപശിക്ഷ കഴിഞ്ഞ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ അള്ളാഹു അനുവാദം നൽകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, സ്വന്തം കാര്യം മാത്രം, മാതാപിതാക്കളും മക്കളും ഭാര്യയും കുടുംബങ്ങളൊക്കെ സ്വന്തത്തിൽ മാത്രം ഒതുങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സ്വന്തമുണ്ട്, ഒരു കുടുംബമുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കടന്ന് കരഞ്ഞിട്ട് അള്ളാഹിനോട് നടത്തുന്ന റിക്വസ്റ്റ് നമ്മുടെ വിഷയത്തിലാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ആ പ്രവാചകൻ എത്ര സ്ഥാനം നമ്മുടെ മനസ്സിലുണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ട്. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ആ പ്രവാചകൻ കടന്നു വരാറുണ്ടോ? രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത്, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത്, ഭക്ഷണപാത്രത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത്, വസ്ത്രം ധരിക്കുന്ന സമയത്ത്, യാത്രാവേളകളിൽ, കച്ചവടങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ, സ്വഭാവങ്ങളിൽ, സംസാരങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ നമുക്കുണ്ടായ സ്ഥാനവും സ്നേഹവും തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? വളരെ ഗൗരവത്തിൽ നമ്മളൊക്കെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ആരാധനാ കർമ്മങ്ങൾ, ഇബാദത്തുകളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്ത് ചെയ്യുമ്പോൾ, പ്രവാചകന്റെ ബാധ്യത നിർവഹിക്കുമ്പോൾ, റബ്ബിനോടുള്ള കടമ നിർവഹിക്കുമ്പോൾ, ആ സമയത്ത് പോലും ഉമ്മത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ചു. പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോ പെരുന്നാളിന് മുന്നോടിയായിട്ട് ബലിപെരുന്നാളിന് ബലിമൃഗത്തെ വാങ്ങും. ആ ബലിമൃഗം വാങ്ങാൻ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഒരാടിനെ ഇറുക്കാൻ ഒരാടിനെ വാങ്ങുമ്പോ മറ്റൊരു ആടിനെ കൂടി വാങ്ങുന്ന ഹദീസിൽ കാണാം, ഇഷ്തറ കബ്ശൈനി സമീനൈനി അഖറനൈനി അംലഹൈനി, രണ്ടും ഒരുപോലെ നല്ല കൊമ്പുള്ള രണ്ടാടിനെ വാങ്ങും, നല്ല തടിച്ചു കൊഴുത്ത രണ്ടാടിനെ വാങ്ങും, നല്ല പുഷ്ടിയുള്ള രണ്ടാടിനെ വാങ്ങും. എന്നിട്ട് ഈദ്ഗാഹിൽ ചെന്ന് നമസ്കരിച്ച് ഖുതുബ നടത്തി അതിലൊന്നിനെ കൊണ്ടുവന്ന് പ്രവാചകൻ രണ്ടിനെയും കൊണ്ടുവരും മസ്ബഹിലേക്ക്. എന്നിട്ട് അതിന്റെ അറവ് നടത്തും. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, ഒന്ന് പ്രവാചകന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അറുക്കുമ്പോ മറ്റൊന്ന് പ്രവാചകന്റെ കൈ കൊണ്ട് അതിന്റെ അറവ് നടത്തുമ്പോ പറയും, അല്ലാഹുമ്മ അൻ ഹാദാ അൻ ഉമ്മതി ജമീഅ, എന്റെ മുഴുവൻ ഉമ്മത്തിലെ പാവങ്ങളായ ബലിമൃഗത്തെ അറുക്കാൻ കഴിവില്ലാത്ത സാധുക്കളായ ആളുകൾക്ക് വേണ്ടി ദാ ഒരാടിനെ ഞാൻ അറുക്കുന്നു. നമ്മളെപ്പോഴെങ്കിലും നമ്മൾ ബലിമൃഗത്തെ വാങ്ങാൻ പോകുമ്പോ ആരെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ടോ? നമുക്ക് വേണ്ടി വാങ്ങിയത് അറുക്കും.
അള്ളാന്റെ റസൂല് വാങ്ങുന്ന സമയത്ത് ആ ആരാധനക്രമം നിർവഹിക്കാത്തവർക്ക് വേണ്ടി ഒരു ആടിനർത്തു എന്ന് പറയുമ്പോ എത്രമാത്രം നമ്മെക്കുറിച്ചുള്ള ആദിയും സങ്കടവും വിഷമവും ആശങ്കയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലുണ്ടായിരുന്നു. ഇബാദത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നിടത്ത്, ആരാധനാ കർമ്മങ്ങൾ പഠിപ്പിച്ചു തരുന്നിടത്ത് അവിടെയൊക്കെ എളുപ്പം സ്വീകരിക്കുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, 2 ഓപ്ഷൻ വരുന്നിടത്തൊക്കെ അതിൽ ഏറ്റവും ലഘുവായത് റസൂലുള്ളാഹി കൽപ്പിക്കുന്നു, ഇത് ചെയ്താൽ മതി. 2 ഓഫർ ഉണ്ട്. ഒന്ന് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ എളുപ്പമുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചത്. ഒരു ഹദീസിൽ കാണാം, നമസ്കാരത്തിന് വേണ്ടി വുളു എടുക്കുമ്പോ മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് വളരെ പ്രബലമായ സുന്നത്താണ്, മുഅക്കദായ സുന്നത്താണ്, ഒഴിവാക്കാൻ പറ്റാത്ത സുന്നത്താണ്. പക്ഷെ അത് നിർബന്ധമാക്കുമായിരുന്നു എന്ന് പറഞ്ഞു. എല്ലാ നിസ്കാരത്തിനും വുളുവിന്റെ കൂടെ മിസ്വാക്ക് ചെയ്യാന്നുള്ളത് ഫർളാക്കുമായിരുന്നു. പക്ഷെ അത് ഫർളായാല് ഉമ്മത്തിനതൊരു ബുദ്ധിമുട്ടാവും. കാരണം മിസ്വാക്ക് ചെയ്യാത്തവന്റെ വുളു ശരിയാതെ നിസ്കാരം ബാത്തിലായി പോവും. ആ നിലക്ക് പ്രയാസപ്പെടുത്തണ്ട എന്ന നിലക്കാണ് അത് നിർബന്ധമാകാത്തത്. അവിടെയും എളുപ്പം ആരാധനാ കർമ്മങ്ങളിൽ റസൂലുള്ളാഹി എളുപ്പം നിശ്ചയിച്ചു എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ ധാരാളം സംഭവങ്ങൾ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അവിടെയൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മള് മറ്റൊരാളോടുള്ള സ്നേഹം കൊണ്ട് ആ സ്നേഹിക്കുന്ന ആളെ ഒന്ന് കാണണം എന്ന് മനസ്സിലാഗ്രഹിക്കാറുണ്ട്, ഒന്ന് കാണണമെന്ന് അല്ലെ. 2-3 കൊല്ലൊക്കെ നാട് വിട്ട് ഗൾഫിൽ പോയ ഭർത്താവിനെ ഭാര്യ കാണണമെന്ന് ആഗ്രഹിക്കും, മക്കളെ മാതാപിതാക്കൾ കാണണമെന്ന് ആഗ്രഹിക്കും. അങ്ങനെ ആഗ്രഹിക്കുന്നത് പോലെ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ കാലശേഷം ജീവിച്ച പ്രവാചകന്റെ ഉമ്മത്തിനെ കാണാൻ പോലും, നമ്മളെയൊക്കെ ഒന്ന് നേരിൽ കാണണമെന്ന് ആത്മാർത്ഥമായി റസൂലുള്ളാഹിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വദിത്തു, ഞാനിങ്ങനെ കൊതിച്ചു, ഞാൻ ആഗ്രഹിച്ചു. എന്താണ്? അന്നി ലഖീതു ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്ന്. ഇത് പറയുന്ന സമയത്ത് പ്രവാചകന്റെ മുമ്പിലുള്ള സഹാബത്ത് ചോദിക്കുന്നുണ്ട്, അവലൈസ ഇഖ്വാനുക യാ റസൂലല്ലാഹ്, ഞങ്ങളല്ലേ നബിയെ അങ്ങയുടെ സഹോദരങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ അസ്ഹാബുകളാണ്. അസ്ഹാബ് എന്ന് വെച്ചാൽ അനുചരന്മാര്, കൂടെ ജീവിച്ച് കൂടെ ജീവിച്ച ആൾക്കാരാണ് നിങ്ങൾ, സഹാബത്താണ്. വലാകിന്ന ഇഖ്വാനി, ഞാൻ കാണാൻ കൊതിച്ച കാണാത്ത എന്റെ ഇഖ്വാനുകളുണ്ട്. അല്ലദീന ആമനൂ ബി വലം യറൗനി, എന്നെ കണ്ടിട്ടില്ല പക്ഷെ എന്നിൽ വിശ്വസിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞതിന് അംഗീകരിച്ചിട്ടുണ്ട്, അതവരെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അങ്ങനെ ജീവിക്കുന്ന സുന്നത്തിനെ സ്നേഹിക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്, അവരെ ഞാൻ കാണാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആത്മാർത്ഥമായി കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന ഭാഗ്യവാന്മാരായ ഉമ്മത്തുകളിൽ അല്ലാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും അസ്തഗ്ഫിറുഹു അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഊസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആത്മാർത്ഥമായ സ്നേഹം, ആ സ്നേഹം തിരിച്ചു നൽകാൻ വിശ്വാസികളായ നമുക്ക് ബാധ്യതയുണ്ട്. അതിലാർക്കും തർക്കമില്ല. മുസ്ലിം ലോകം ഒന്നടങ്കം ഒന്നിച്ചംഗീകരിക്കുന്നൊരു വിഷയമാണ്. റസൂലിനെ തിരിച്ചു സ്നേഹിക്കണം. പക്ഷെ തർക്കം എവിടെയാണ്? ആ സ്നേഹം എന്താണ്? ആ സ്നേഹം എങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ പ്രവാചകന്റെ വേർപാടിന് ശേഷം ഏറ്റവും അവസാനമായി മരണപ്പെട്ട സഹാബികളിൽ പെട്ട ആളാണ് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുകയാണ്, ഞാൻ ചെറിയ കുഞ്ഞായിരുന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സമയത്തൊക്കെ അനസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്. ഹിജ്റയുടെ 93-ാം വർഷമാണ് അദ്ദേഹം വഫാത്താകുന്നത്. ആ സഹാബി പറയാണ്, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, കുഞ്ഞുമകനെ,
ഇൻ ഖദർത അൻ തുസ്ബിഹ വതുംസി ലൈസ ഫീ ഖൽബിക ഗശ്ശുൻ ലിഅഹദിൻ ഫഫ്അൽ. കുഞ്ഞുമോനെ, നിന്റെ പ്രഭാതവും നിന്റെ പ്രദോഷവും നിന്റെ ഓരോ ദിവസത്തിലെ രാവിലെകളും വൈകുന്നേരങ്ങളും നിനക്ക് കഴിയുമെങ്കിൽ നിന്റെ മനസ്സിൽ ആരോടും ചതിയില്ലാത്ത, വഞ്ചനയില്ലാത്ത, പകയില്ലാത്ത മനസ്സുമായിട്ട് നീ ജീവിക്കണം. നീ ആരെയും പറ്റിക്കാൻ പാടില്ല, ജീവിതത്തിൽ വഞ്ചിക്കാൻ പാടില്ല. നിന്നെ വിശ്വസിക്കുന്നവരെ, നിന്റെ കൂടെയുള്ളവരെ നീ ചതിക്കാതെ വഞ്ചിക്കാതെ ജീവിക്കാൻ പറ്റുമെങ്കിൽ അത് നീ ചെയ്യണം. സുമ്മ ഖാല, എന്നിട്ട് നബി തങ്ങൾ എന്നോട് പറഞ്ഞു, യാ ബുനയ്യ വദാലിക മിൻ സുന്നത്തി. എന്റെ സുന്നത്ത് എന്നൊക്കെ പറഞ്ഞ പാന്റ് നെര്യാണിക്ക് മേലെ പൊങ്ങലും താടിയുടെ നീളം കൂടലും കൈ നെഞ്ചിലേക്ക് വെക്കലൊക്കെ മാത്രല്ല, ആരാധനാ കർമ്മങ്ങളിൽ കേന്ദ്രീകരിച്ച് ഒതുങ്ങി നിൽക്കുന്ന സുന്നത്തുകളല്ല. റസൂലുള്ളാഹി പറയാണ്, എന്റെ സുന്നത്ത് ആരെയും വഞ്ചിക്കാതെ പറ്റിക്കാതെ ജീവിക്കാന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഫഖദ് അഹബ്ബനി, ആ സുന്നത്തിനെ ആരെങ്കിലും, വമൻ അഹ്യാ സുന്നത്തി, ജീവിതത്തിൽ എന്റെ സുന്നത്തിനെ ഹയാത്താക്കിയവൻ. മരിച്ചുപോയ കുറെ സുന്നത്തുകളുണ്ട്, മുസ്ലിം ഉമ്മത്ത് കൊന്നുകളഞ്ഞ ഒരുപാട് പ്രവാചക ചര്യകളുണ്ട്. അത് പിന്നെ നെഞ്ചത്ത് കൈവക്കലും പാന്റ് ഉള്ളാക്കലും താടി വെക്കലൊന്നുമല്ല, അതൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. കുറെ മരിച്ചുപോയ സുന്നത്തുകളുണ്ട്. അതാരെങ്കിലും ജീവിപ്പിച്ചാൽ ഫഖദ് അഹബ്ബനി, എന്നെ സ്നേഹിച്ചവൻ, ഒമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, അങ്ങനെ എന്നെ സ്നേഹിച്ചവൻ എന്റെ കൂടെ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മനസ്സിലേക്ക് പല സുന്നത്തുകളും വന്നിട്ടുണ്ടാകണം അല്ലെ. നമ്മുടെ നാടിന്റെ ഒരു ചുറ്റുപാടുണ്ട് അല്ലെ. രാത്രി കടന്നുറങ്ങണ സമയം ഏതാണെന്നറിയോ? അള്ളാന്റെ റസൂല് വെറുത്ത സമയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാന യക്റഹു നൗം ഖബ്ല അൽ ഇശാ, ഇശാക്ക് മുന്നേ ഉറങ്ങണത് റസൂലുള്ളാഹിക്ക് വെറുപ്പാണ്, റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. വൽ ഹദീസു ബഅദഹ, എന്റെ കൂട്ടത്തിൽ പറഞ്ഞു, ഇശാ കഴിഞ്ഞിട്ട് സംസാരിച്ചിരിക്കുന്നതും റസൂലുള്ളാഹിക്ക് വെറുപ്പാണ്. അപ്പോ പ്രവാചകനെ സ്നേഹിക്കുന്ന, പ്രവാചകന്റെ സുന്നത്തിനെ ജീവിപ്പിക്കുന്ന ആളുകള് ജീവിപ്പിക്കേണ്ട ഒരു സുന്നത്ത്. രാത്രി വേഗം ഉറങ്ങും. നമ്മുടെ നാടിന്റെ പശ്ചാത്തലത അല്ലെ. 11 മണിയും 12 മണിയും 1 മണിയൊക്കെ ക്ലോക്കിൽ കണ്ടിട്ടാണ് പല വീടുകളും കടന്നുറങ്ങണത് അല്ലെ. 11 മണിക്കൊക്കെ ഉറങ്ങാന്ന് വെച്ചാൽ നേരത്തെ ഉറങ്ങലെന്ന് ആൾക്കാർ ധാരണ. ഇപ്പൊക്കെ വേഗം ഉറങ്ങുന്നുണ്ട്, 11 മണിയാകുമ്പോ ഉറങ്ങുന്നതാണ്. റസൂലുള്ളാഹി വെറുത്ത സമയ. ഇശാ കഴിഞ്ഞ അപ്പൊ ഇശാ എത്ര മണിക്കാ? 7:35 ഇശാ ബാങ്ക്. 8 മണിയാകുമ്പോ ഇശാ നിസ്കാരം കഴിഞ്ഞ് അല്ലെ. മാക്സിമം 1 മണിക്കൂർ നമ്മൾ എടുത്താ ബാക്കിയല്ലേ. ഭക്ഷണമൊക്കെ നേരത്തെ കഴിക്കുക. 9 മണിയാകുമ്പോ ഉറങ്ങാൻ പറ്റും. എന്നിട്ടും നമ്മുടെ ജില്ലയിലെ മുസ്ലിം ഉമ്മത്ത്, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ വേണ്ടി അടിപിടി കൂടുന്ന, തർക്കിക്കുന്ന ആളുകളൊക്കെ ഉറങ്ങൽ എത്ര മണിക്കാ? 1 മണിക്ക് 12 മണിക്കൊക്കെയാണ് ഉറങ്ങുക. ജീവിപ്പിക്കണം. അതാണ് അവനെ എന്നെ സ്നേഹിച്ചവൻ, അങ്ങനെ ഉറങ്ങുന്നവനാ എന്റെ കൂടെ സ്വർഗത്തിൽ നിന്ന് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കണത്. നമുക്ക് മാറാൻ കഴിയണം. സഹാബത്തൊക്കെ റസൂലുള്ളാഹിനോട് കാണിച്ച സ്നേഹം അത് എത്രത്തോളായിരുന്നു വെച്ചാല്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നിഷ്കർഷിച്ച, ഒരു കാര്യം വിരോധിച്ച അവരവിടെ നിൽക്കാൻ അപ്പുറം പോകൂലാണ്. പ്രവാചകന്റെ അടുക്കലേക്ക് ഒരാൾ വരുമ്പോ അയാളെ കയ്യിലൊരു സ്വർണ്ണമോതിരം ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളെ കയ്യിൽ നിന്ന് ആ സ്വർണ്ണമോതിരം ഊരി എറിയുന്ന സമയത്ത് പ്രവാചകൻ അത് വലിച്ചെറിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, തീക്കട്ട ഈ അണിയാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്, അഖാതമൻ മിൻ ദഹബിൻ ഫി യദി റജുലിൻ ഫനസഅഹു ഫതറഹു, ഊരിട്ടത് റസൂൽ ഇങ്ങനെ വലിച്ചെറിയാണ്. ഫഖാല യഅമദു അഹദുക്കും ഇലാ ജംറ, നീ അവലംബിച്ചത് തീക്കട്ടയാണ്, അതാണോ നീ ആഗ്രഹിക്കുന്നത്, നീ അവലംബിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് റസൂൽ പോയി. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് അദ്ദേഹത്തോട് പറഞ്ഞു, ഫയജ്അലുഹാ ഫി യദിഹി ഫഖീല ലിർറുജുൽ ബഅദമാ ദഹബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ് ഖാതമക, ആ എറിഞ്ഞ സാധനം നീ എടുത്തോ, നിനക്കത് ഉപകാരപ്പെടും. കയ്യിൽ അണിയുന്നില്ലെങ്കിലും സ്വർണ്ണല്ലേ, നിനക്കത് ഉപകാരപ്പെടും, നീ ഇത് എടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞ വാചകം എന്താ അറിയോ? വല്ലാഹി ലാ ആഖിദുഹു അബദ, അല്ലാഹു ഞാനത് എടുക്കൂല. കാരണം എന്താ അറിയോ? വഖദ് തറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ബലിച്ചെറിഞ്ഞത് റസൂലുള്ളാഹിയാണ്, ഞാനത് എടുക്കൂല. അതാ ഈമാന്, അതാ സ്നേഹം എന്ന് പറഞ്ഞാൽ. ആ നിലവാരത്തിലേക്ക് നമ്മുടെ സ്നേഹം എത്തണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ബാർബർ ഷോപ്പിൽ പോയിട്ടില്ലേ? ബാർബർ ഷോപ്പിൽ പോയിട്ട് ബാർബർ ഷോപ്പിന്റെ മതിലുകൾ ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിലുള്ള പിന്നെ മോഡലുകള്, ഹെയർ കട്ടിന്റെ സ്റ്റൈലുകൾ ഇങ്ങനെ കാണുമ്പോ ബാർബർ ചോദിക്കുന്നത് ഏതാ വേണ്ടതെന്ന് ചോദിക്കുമ്പോ എനിക്കിതൊന്നും വേണ്ട, അള്ളാന്റെ റസൂല് വലിച്ചെറിഞ്ഞത് വല്ലാഹി ഞാൻ ഈ ഒരു കോലത്തിലും ഞാൻ എടുക്കൂല,
എന്ന് പറയാനുള്ള ഈമ നമുക്ക് ഉണ്ടാകണം. കാരണം വെച്ചാല് പുതിയ പുതിയ പേരുകളിലാണ് ഈ ഹെയർ സ്റ്റൈല് ഇന്ന് അറിയപ്പെടുന്നത് അല്ലെ. പല പേരുകളും കുട്ടികൾക്കറിയാം. ഒരു പറയും നമ്മുടെ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത, ചെറുപ്പത്തിൽ കേട്ടിട്ടില്ലാത്ത പേരുകളിലാണ് ഈ മുടി വെട്ടുക. ഫെയ്ഡ്, ടാപ്പർ, ലോ ടാപ്പർ, സ്ലോപ്പ്, റൗണ്ട്, ബുള്ളറ്റ്, ഇതൊക്കെ ഹെയർ കട്ടിന്റെ പേരുകളാണ്. ഇതൊക്കെ അറബിയിൽ ഒറ്റ പേരേ ഉള്ളൂ. ഹദീസിൽ ഒന്നൊറ്റൊരു പേരേ ഉള്ളൂ. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസ്അ. ഖസ്അ ചെയ്യുന്നത് അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ചു. എന്താ ഖസ്അ എന്ന് പറഞ്ഞാൽ മുടിയുടെ ചില ഭാഗത്ത് പഠിച്ചു കളയുക, ചില ഭാഗത്ത് അങ്ങനെ തന്നെ വിട്ടേക്കുക. അത് ഏത് ഭാഗത്ത് വിട്ടേച്ചാലും ഏടുന്ന് ബാക്കി വെച്ചാലും ഒക്കെ ഖസ്അയിൽ പെടും. ചില ആൾക്കാര് 100 രൂപ കൊടുത്തിട്ട് ബാർബർ ഷോപ്പ് കൊടുത്തിട്ട് 10 രൂപന്റെ മുടി എടുക്കും, 5 രൂപന്റെ മുടി എടുക്കും. 95 രൂപ മൂപ്പർക്ക് ലാഭമാണ്. കാരണം ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ചോരണ്ടി വെച്ചിട്ട് മുടി കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് വരും. ഇതൊക്കെ ഖസ്അയിൽപ്പെട്ടതാ. പറയാൻ പറ്റണം. ആര് നിർബന്ധിച്ചാലും കൂട്ടുകാരോടൊക്കെ അല്ലാഹുവിന്റെ റസൂല് വലിച്ചെറിഞ്ഞത് 1400 കൊല്ലം മുമ്പ് അബൂജഹലും മുശ്രിക്കുകളും അവരുടെ മക്കൾ അങ്ങനെ മുടിയെടുത്തിരുന്നു. ചരിത്രം പറയുന്നു. എന്തിനാണെന്നറിയോ? ചില ഭാഗത്ത് മുടി പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിശാച്ച് ബാധ ഉണ്ടാവില്ല എന്നുള്ളൊരു അന്ധവിശ്വാസം ഓൽക്ക് ഉണ്ടായിരുന്നു. അന്ധവിശ്വാസങ്ങളെ വലിച്ചെറിഞ്ഞ കൂട്ടത്തില് അല്ലാഹുവിന്റെ റസൂല് വലിച്ചെറിഞ്ഞൊരു അന്ധവിശ്വാസമാണ് ഈ ഖസ്അ. ഇപ്പൊ നമ്മള് എംബാപ്പ മോഡല്, റൊണാൾഡിഞ്ഞോ മോഡൽ എന്നൊക്കെ പറഞ്ഞ് പുതിയ മോഡൽ എടുക്കണല്ലേ. ഇത് പുതിയതല്ല, 1400 കൊല്ലം പഴക്കമുള്ള പഴയ മോഡലാണ്. അല്ലാഹുവിന്റെ റസൂല് വലിച്ചെറിഞ്ഞതാണ്. നമ്മൾ പറയണം, മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, ഇത് വേണ്ട. റസൂല് വലിച്ചെറിഞ്ഞതാ. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിക വേഷം ആണുങ്ങൾക്ക് മാത്രമല്ല സ്ത്രീകളും. റസൂലുള്ളാഹിന്റെ സുന്നത്ത് എന്നൊക്കെ പറയുമ്പോ മദ്രസ പഠിക്കുന്ന ഒരു കുട്ടിയെ ടൗണിൽ കണ്ടപ്പോ തല തുറന്നു വെച്ചിട്ട് മദ്രസയിലേക്ക് വരുമ്പോ നിക്കാബ് ഇട്ടിട്ട് ഹിജാബ് ഇട്ടിട്ട് വരും. ആകെ അന്യപുരുഷനുള്ളത് മദ്രസയിലെ ഉസ്താദാണ്, ബാക്കിയൊക്കെ സ്വന്തക്കാരാണ്. അങ്ങനെ ആ കുട്ടിയോട് ചോദിച്ചു, മോളെ നീ എന്തേ മദ്രസ വരുമ്പോ നല്ല ഹിജാബ് മഫ്തൊക്കെ ഇട്ട് വരുന്നു, എന്തുകൊണ്ട് നീ ടൗണിൽ പോകുമ്പോൾ ഇങ്ങനെ തല തുറന്നു പോയി എന്ന് വെച്ചപ്പോ ഉമ്മ സമ്മതിക്കണില്ല. പുറത്തു പോകുമ്പോ തലമറക്കാൻ ഉമ്മ സമ്മതിക്കണില്ല. ഉമ്മയോട് പറയാൻ പറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചവരാണ്. മുഹാജിറാത്തുകളായ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞെന്തറിയോ? ആയത്തിറങ്ങിയപ്പോ ഫല്യദ്രിബ്ന ബിഖുമരിഹിന്ന അലാ ജുയൂബിഹിന്ന, തലമറക്കുന്ന തട്ടയില്ലേ മഫ്ത, അത് മാറിടത്തിലേക്ക് തൂക്കിയിടുന്ന അതാണ് ഈ ഹിജാബിന്റെ ഷേപ്പ്. തല മറക്കുന്ന സാധനം ഇങ്ങനെ തൂങ്ങിക്കിടക്കണം. ഷാള് ചുറ്റി അങ്ങനെ തൂങ്ങിക്കിടക്കൂല. അങ്ങനെ തൂങ്ങിയിടുന്ന വസ്ത്രം ധരിക്കാനുള്ള ആയത്തിറങ്ങിയപ്പോ അവരെന്ത് ചെയ്തു എന്നറിയോ? ഈ ആയത്ത് കേൾക്കുന്ന വഴിയോരങ്ങളിൽ വെച്ച് അവരത് നിർവഹിച്ചു. അത് അവരെ ജീവിതത്തിലൂടെ കൊണ്ടുവന്നു. വീട്ടിലേക്ക് എത്തട്ടെ അവർ കാത്തിരുന്നില്ല. തലമറക്കണത് കൊണ്ട് മാറുമറക്കാൻ ആയത്തിറങ്ങിയപ്പോ അവരെ അബാക്ക് പർദ്ദക്ക് കുറച്ച് നീളം കൂടുതലുണ്ടായിരുന്നു. അത് കട്ട് ചെയ്തിട്ട് അത് മുറിച്ച് കീറിയെടുത്തിട്ട് അവരെ തലമറക്കണ തട്ടത്തിലേക്ക് അവര് മുള്ളുകൊണ്ട് തുന്നിച്ചേർത്തു. അവരെ അല്ലാഹു അവരെ അനുഗ്രഹിക്കട്ടെ, റഹ്മത്ത് ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ പ്രവാചക ചര്യകളെ കുറിച്ചും സുന്നത്തുകളെ കുറിച്ചും സ്നേഹത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഈ ഒരു സമയത്ത് നമ്മളൊക്കെ മനസ്സിലാക്കി റസൂലുള്ളാഹിക്ക് നമ്മളോട് ഇങ്ങോട്ടുണ്ടായ സ്നേഹം തിരിച്ചു കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? പ്രവാചകന്റെ കൂടെ ജീവിച്ച് പ്രവാചകന്റെ സാഹിബ് എന്നറിയപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സ്നേഹം തിരിച്ചു കൊടുത്തങ്ങനെ ഹദീസ് കാണാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലസ്തു താരികൻ ഷൈഅൻ, ഒന്നും ഞാൻ ഒഴിവാക്കൂല. ഷെയ് എന്ന് പറഞ്ഞ നിസ്സാരമായ സിമ്പിളായ സാധനം. ഗൾഫിൽ പോയ ആളുകൾക്കറിയാം, ഷുയി എന്ന് പറയലുണ്ടല്ലേ, കുറച്ച് ചെറുത് നിസ്സാരം. അതുപോലും ലസ്തു താരിക, ഞാൻ ഒഴിവാക്കൂല. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅമലു ബിഹി, അത് അല്ലാഹുവിന്റെ റസൂൽ ചെയ്തതാ. ഇല്ല അമിൽതു ബിഹി, ഞാനത് പ്രവർത്തിക്കാണ്ടിരിക്കൂല. റസൂൽ ചെയ്തതാണെങ്കിൽ ഞാനത് ചെയ്യും. എന്താ? എന്നിട്ട് കാരണം പറയാണ്, വഇന്നി ഖശീതു, എനിക്ക് പേടിയാണ്, ഞാൻ ഭയപ്പെടുന്നു. ഇൻ തറക്തു ഷൈഅൻ, ആ ഷൈഇല്ലേ, ആ ചെറിയ കാര്യം, നിസ്സാരമായത്, സുന്നത്തല്ലേ, സാരല്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ച ചെറിയ കാര്യം, ഞാൻ ഭയപ്പെടുകയാണ്. ഇൻ തറക്തു ഷൈഅൻ മിൻ അംരിഹി, ആ റസൂലുള്ള കൽപ്പിച്ചതിൽ ചെറിയ ഒന്ന് ഞാൻ മാറ്റിവെച്ചാൽ അൻ അസീഗ, ഞാൻ തെറ്റിപ്പോകും, ഞാൻ വഴിപിഴച്ചു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ ഭയം നമ്മുടെ മനസ്സിലുണ്ടാകണം. റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ മാറ്റിവെച്ച നമ്മൾ വഴികേടിലാകും. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ജീവിതത്തിലേക്ക് ജീവിപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസം സ്വർഗ്ഗത്തിൽ ലഭിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.